ഹായ് ഗായ്സ്, ഇന്ന് വിഷു ആണ്. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതായിരുന്നു ഞാനൊരുക്കിയ കണി. രാവിലെ 5 മണിക്ക് തന്നെ ഉണർന്ന് കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി കണിയൊക്കെ കാണിച്ചു. എല്ലാവരെയും ഇന്ന് കൈനീട്ടമൊക്കെ മേടിച്ചു. പിന്നെ പോയി റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട്. പിന്നെ രാവിലെ തന്നെ ഞാൻ ഡെയിലി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കും. അത് നല്ലതാണ് സ്കിന്നിന്. പിന്നെ ഞാനും കല്ലും കൂടി അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് സാരിയൊക്കെ ഉടുത്ത് സുന്ദരികളൊക്കെ ആയിട്ട് പോയി. ഇന്ന് അവിടെ ലാസ്റ്റ് ഡേ ആണ് ഉത്സവത്തിൻ്റെ. പിന്നെ ഈ കൈക്കൂലി കൊടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ചേച്ചിക്ക് വേണ്ടിയിട്ട് അമ്മ തന്നു വിട്ട വഴിപാട് ഒക്കെയാണ് എഴുതിയത്. അമ്പലത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറി. പക്ഷേ ആക്ച്വലി ഇവിടെ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് കയറി തൊഴാൻ പറ്റത്തില്ല. അത് അവിടുത്തെ ഒരു ആചാരമാണ്. നമുക്ക് പുറത്തു നിന്ന് മാത്രമേ അവിടെ തൊഴാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈവനിങ് വേണ്ടി ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തേരൊക്കെ അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അമ്പലം കാണാൻ, ഉത്സവമല്ലേ, അമ്പലം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ചുറ്റും ലൈറ്റും പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് അമ്പലം ഉണ്ടായിരുന്നത്. ഈവനിങ് ലൈറ്റൊക്കെ ഇടുമ്പം അടിപൊളിയായിരിക്കും. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ ചെയ്ത അമ്പലം. അവിടെ കോലത്തുകര മഹാദേവ ക്ഷേത്രമാണിത്. പിന്നെ വഴിപാട് പോയി മേടിച്ചു. ഇറങ്ങാൻ നേരത്തായിരുന്നു ശീവേലിക്ക് സമയമായത്. പിന്നെ ഞങ്ങൾ ശീവേലിയും കൂടെ തൊഴുതിട്ടാണ് വീട്ടിൽ പോയത്. ചെന്നിട്ട് ഒരു ദോശയും സാമ്പാറും എടുത്തു. പിന്നെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ മുകളിൽ പോയി ഒരു വീഡിയോ എടുക്കുന്നതാണ് ഈ കണ്ടിട്ടിരിക്കുന്നത്. അമ്മയാണ് വീഡിയോ എടുക്കാൻ വന്നത്. ഒരു രക്ഷയില്ല, അമ്മ വീഡിയോ എടുത്ത് തരില്ല. ഭീഷണി എന്ന് വെച്ചാൽ ഫുൾ ഭീഷണിയായിരുന്നു. കല്ലു എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ അമ്മ എങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുപ്പിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ഒന്നല്ല 2 എണ്ണം എടുത്തു. പിന്നെ പോകാൻ നേരം ആയപ്പോഴത്തേക്ക് ഒരു മാങ്ങയൊക്കെ പറിച്ച് കൊടുത്ത് സോപ്പിട്ടിട്ടൊക്കെയാണ് താഴോട്ട് കൊണ്ടുപോയത്. നല്ല ദേഷ്യത്തിലായിരുന്നു. ചൂടത്ത് വീഡിയോ എടുക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് ചോറും അവിയലും കുറച്ച് മീൻകറി എടുത്തിട്ട് കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നേരത്തെ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. കാരണം എനിക്കറിയാം എനിക്ക് അന്നദാനം കഴിക്കാൻ വരണമെന്ന്. പിന്നെ ഒരു 2:30 ആയി ഞാൻ അന്നദാനം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും. മോൾക്ക് പരിപ്പില്ലാത്തതിൻ്റെ സങ്കടമാണ് മുഖത്ത് നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്. പിന്നെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീം, നല്ല ചൂടല്ലേ, ഒരു ഐസ്ക്രീം മേടിച്ച് കുടിച്ചു. പിന്നെ ഞാൻ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്ക് തോന്നുന്നു 3:30 മുതൽ ഒരു 5:30, 6 മണി വരെ ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ അമ്മ ഒരു ചായയൊക്കെ തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയും മോനും കൊച്ചിനും ചേട്ടനും ഒക്കെ ഉത്സവമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഡ്രസ്സ് കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ ഷോയാണ് കണ്ടിട്ടിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉത്സവം കാണാനായിട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ലതായിരുന്നു ഈ പടുക്ക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായി. പിന്നെ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുത്ത് കച്ചവടം പോലെ ചേട്ടൻ ഈ കൊടുത്തിട്ടിരിക്കുന്ന ഞങ്ങളുടെ സെൻറ്ററിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ പോസ്റ്ററാണ്. ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവരുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ചേട്ടൻ മാത്രമല്ല ഞാനും കൊടുത്തു. ആദ്യം എനിക്ക് ഭയങ്കര ചളിപ്പായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ നിന്ന് കൊടുക്കുന്നത്. എൻ്റെ ആ ചളിപ്പാണ് ആ മുഖത്ത് കാണുന്നത്. പിന്നെ ഞാൻ ഫുള്ള് സ്കോർ ചെയ്തു. പിന്നെ ടാർഗറ്റ് ചെയ്തൊക്കെ ഓടി നടന്നൊക്കെ ഞാൻ കൊടുത്ത് അത് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റോഡിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗാനമേളയാണ് നടക്കുന്നതെങ്കിലും ആ കുഞ്ഞിൻ്റെ എക്സ്പ്രഷൻ ഒരു രക്ഷയുമില്ല. എക്സ്പ്രഷൻ ക്യൂൺ എന്നൊക്കെ പറയല്ലേ, അതുപോലെ ആയിരുന്നു. ഞാൻ കുറച്ച് നേരം കണ്ടിട്ടിരുന്നു. ഉത്സവമാകുമ്പോൾ പിന്നെ പൊട്ടും സ്ലൈഡും കമ്മലും ഒക്കെ മസ്റ്റാണല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് നേരം കൂടെ നിന്നു. പിന്നെ അങ്ങ് പോയി. ഇതായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്.